നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാസായുധങ്ങൾ അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ കൊണ്ടുവരാമെന്ന് സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ്. വിമത മേഖലയിലെ പ്രധാന ആശുപത്രികളിലൊന്നിൽ സിറിയൻ യുദ്ധവിമാനങ്ങളുടെ ബോംബാക്രമണം. ആക്രമണത്തിൽ 2 ഡോക്ടർമാരടക്കം 11 പേർ കൊല്ലപ്പെട്ടു. ഇന്ത്യൻ പടക്കപ്പലുകളുടെ കുവൈറ്റ് സന്ദർശനത്തിന് സംഘർഷങ്ങളുമായി ബന്ധമില്ലെന്ന് അംബാസഡർ സതീഷ് സി മേത്ത. വിമാനവാഹിനി കപ്പൽ വരെ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടെന്നും ആവശ്യമെങ്കിൽ കുവൈത്തിനും യുദ്ധക്കപ്പൽ നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്നും നാവികസേന കമാൻഡിംഗ് ഫ്ലാഗ് ഓഫീസർ അനിൽകുമാർ ചൗള. റഷ്യയുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അബുദാബി ഭരണകൂടവുമായി കരാർ. അബുദാബി $500 കോടി നിക്ഷേപിക്കും. കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് രാജകുമാരനുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കരാർ ഒപ്പുവെച്ചു. നിക്ഷേപം ടോൾ അടിസ്ഥാനമാക്കിയുള്ള റോഡുകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നീ മേഖലകളിൽ. 10 മാസമായി ഇറാനിലെ ജയിലിൽ കഴിഞ്ഞ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ചൊവ്വാഴ്ച നാട്ടിലെത്തും. മോചിപ്പിക്കപ്പെടുന്ന 19 പേരിൽ 3 പേർ മലയാളികൾ. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് നിർണായക വഴിത്തിരിവ് നൽകിയ ഓസ്ലോ കരാർ ഒപ്പിട്ടിട്ട് ഇന്ന് 20 വർഷം പൂർത്തിയാവുന്നു. ഫലസ്തീൻ അതോറിറ്റിയുടെ രൂപീകരണവുമായിരുന്നു കരാറിന്റെ ഏറ്റവും വലിയ അനന്തരഫലം. എന്നാൽ കരാറിനെ എതിർത്ത ഫലസ്തീനിലെ ഭൂരിപക്ഷം പേരും അവരുടെ ചെറുത്തുനിൽപ്പ് ശക്തമാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 1993 സെപ്റ്റംബർ 13 ആ ചരിത്ര നിമിഷം. ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്ഹാഖ് റബിനും PLO ചെയർമാൻ യാസർ അറാഫത്തും അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ സാന്നിധ്യത്തിൽ പരസ്പരം കൈകൊടുത്ത നിമിഷം. ഇതിനിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഷിമോൺ പെരസും അന്നത്തെ PLO ഉദ്യോഗസ്ഥനായിരുന്ന ഇന്നത്തെ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും കരാറിലൊപ്പിട്ടു. കരാറോടെ ആദ്യമായി ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ അസ്തിത്വം ഫലസ്തീൻ അംഗീകരിച്ചു. പകരം ഫലസ്തീന് ലഭിച്ചത് നിയന്ത്രിത അധികാരങ്ങളോടെ ഫലസ്തീന്റെ ഏതാനും ഭാഗങ്ങളിൽ ഫലസ്തീൻ അതോറിറ്റി എന്ന പേരിൽ ഒരു ഭരണകൂടം. കരാറിനെ ഇസ്രയേലിലെ ഇടതുപക്ഷം സ്വാഗതം ചെയ്തു, വലതുപക്ഷം എതിർത്തു. ഫലസ്തീനിൽ ഹമസ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് പലസ്തീൻ പീപ്പിൾ, ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകൾ എതിർത്തു. ഇസ്രയേൽ കരാറിന് വിലയൊന്നും കൽപ്പിച്ചില്ലെന്ന് ആക്ഷേപമുയർന്നു. കൂട്ടക്കൊലയും അധിനിവേശവും ഇസ്രയേൽ തുടരുകയായിരുന്നു. കരാറിന് 7 വർഷത്തിനു ശേഷം ഇസ്രയേൽ തുടരുന്ന അധിനിവേശത്തിനെതിരെ ഫലസ്തീനികൾ അൽ അക്സ ഇൻതിഫാദ എന്ന പേരിൽ ചെറുത്തുനിൽപ്പ് പോരാട്ടം ആരംഭിച്ചു. ഇതോടെ ഓസ്ലോ കരാർ ഫലത്തിൽ അപ്രസക്തമായി. കരാറിനെ തുടർന്ന് PLO നേതാവ് യാസർ അറാഫത്തും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഷിമോൺ പെരസും നൊബേൽ സമ്മാനത്തിന് അർഹരായി. അതിനുശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ പലതവണ സമാധാന ചർച്ചകൾക്ക് ശ്രമമുണ്ടായെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഓസ്ലോ കരാറിനെയും UN നിർദ്ദേശത്തെയും വെല്ലുവിളിച്ച് ഇസ്രയേൽ ഫലസ്തീൻ മേഖലകളിൽ തുടരുന്ന കുടിയേറ്റ വ്യാപനത്തിനെതിരെ അമേരിക്കയും നിലപാട് സ്വീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ നിർണായക വഴിത്തിരിവായി മാറിയ ഓസ്ലോ കരാർ ഒപ്പിട്ടിട്ട് ഇന്ന് 20 വർഷം പൂർത്തിയാവുകയാണ്. 2 രാഷ്ട്രങ്ങളും പരസ്പരം അസ്തിത്വം അംഗീകരിച്ചിട്ടും മേഖലയിൽ സമാധാനം സാധ്യമാവാത്തതെന്തുകൊണ്ട്? ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. അതിഥികളായി നമ്മോടൊപ്പം പെനിൻസുല പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗം PK നിയാസ് ന്യൂസ് സ്റ്റുഡിയോയിൽ, അതുപോലെ വിദേശകാര്യ വിദഗ്ധനും മീഞ്ചന്ത് ആർട്സ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ PJ വിൻസെന്റ് കോഴിക്കോട് സ്റ്റുഡിയോ ബ്യൂറോയിൽ, മാധ്യമപ്രവർത്തകൻ താജ് ആലുവ ഖത്തർ സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയം. ആദ്യം PK നിയാസിലേക്ക്. ഓസ്ലോ കരാറിന് 20 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാന ചർച്ചകൾ ഇപ്പോൾ പാളിയിരിക്കുന്നു. എന്തായിരിക്കും ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഭാവി? യഥാർത്ഥത്തിൽ ഓസ്ലോക്ക് 20 വർഷം തികയുമ്പോൾ ഈ കരാറിന് യഥാർത്ഥത്തിൽ പരാജയത്തിൻ്റെ 20 വർഷം എന്ന് വിളിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം 1993 മുതൽ ഓസ്ലോ കരാർ ഒപ്പിട്ട ശേഷമുള്ള 20 വർഷം പരിശോധിച്ചു കഴിഞ്ഞാൽ ഫലസ്തീനികൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടതൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ അധിനിവേശ പ്രദേശങ്ങളിൽ, അതായത് ഓസ്ലോ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയംഭരണാവകാശം നൽകപ്പെട്ടത് ഒന്നാമത്തെ ഓസ്ലോ കരാറിൽ വെസ്റ്റ് ബാങ്കിലെ ജെറിക്കോ പട്ടണത്തിന് മാത്രവും ഗസക്കുമായിരുന്നു നൽകിയിരുന്നത്. 2 വർഷത്തിന് ശേഷം രണ്ടാമത്തെ ഓസ്ലോ 2 എന്ന് വിളിക്കപ്പെടുന്ന കരാറിൽ മറ്റു കുറേ പട്ടണങ്ങൾ കൂടി 450ഓളം ചെറു ഗ്രാമങ്ങൾ വെസ്റ്റ് ബാങ്കിലെ കൂടി അതിൽ ഉൾപ്പെടുത്തി. പക്ഷേ ഇസ്രായേലിൻ്റെ മുഷ്ക് അഥവാ ഇസ്രായേൽ അധിനിവേശം അതിശക്തമായി തുടരുകയും ഈവൻ ഗസയിൽ പോലും പലപ്പോഴും പുനരധിവേശം നടത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഫലസ്തീനികൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ആണ് എപ്പോഴും അവർ മുൻപന്തിയിൽ നൽകിയിരുന്നത്. അതേസമയം ഫലസ്തീനയുടെ അവകാശങ്ങൾ സ്വയംഭരണം എന്ന് പറഞ്ഞ് സ്വയംഭരണം പോലും നൽകാതെ അവരെ പൂർണ്ണമായും അടിച്ചമർത്തുന്നൊരു നിലപാടാണ് അവർ ഇതുവരെ കൈക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2013 എത്തിയിരിക്കുന്നു. എത്രയോ കരാറുകൾ ഓസ്ലോക്ക് ശേഷം ഒരുപാട് ചർച്ചകൾ നടന്നു. വൈ റിവർ അക്കോർഡ്, അതുപോലെ തന്നെ താബ, ഷർമു ഷെയ്ഖ് തുടങ്ങി ഒരുപാട് ഇതുപോലുള്ള സമാധാന ചർച്ചകൾ വന്നിട്ട് പോലും ഇതിലൊന്നും തന്നെ അന്തിമമായിട്ട് ഫലസ്തീനികൾക്ക് അനുകൂലമായൊരു നിലപാട് കൈക്കൊള്ളുവാൻ
അതിന് നേർ നൽകിയ അമേരിക്കയോ അതുപോലുള്ള കക്ഷികളോ തയ്യാറായിട്ടില്ല. നമുക്കറിയാം ഓസ്ലോ കരാറിന് മുമ്പ് 1992 മെഡ്രിഡ് കരാറിലൂടെയാണ് തുടക്കം. യഥാർത്ഥത്തിൽ 1987 ഫലസ്തീനുകൾ ഒന്നാമത്തെ ഈ ഇന്തിഫാദ ആരംഭിച്ചതിൻ്റെ തൊട്ട് പിറ്റേ വർഷം 88 ഇസ്രായേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലപാട് PLO കൈക്കൊള്ളുകയുണ്ടായി. PLO യഥാർത്ഥത്തിൽ 1963 രൂപം കൊണ്ട PLO 10 വർഷത്തിന് ശേഷം മാത്രമാണ് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന നിലപാട് പോലും കൈക്കൊണ്ടത്. അതിനുശേഷം PLO ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവുകയുണ്ടായി. PLOയിലെ യഥാർത്ഥ പ്രധാനപ്പെട്ട കക്ഷിയായ ഫത്തഹി നേർ നൽകുന്ന യാസിർ അറഫാത്ത് ആയിരുന്നു അന്നും കുറേ കാലം വരെ, അദ്ദേഹം മരിക്കുന്നത് വരെ PLOയുടെ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ വഞ്ചിക്കുക എന്നതിൽ കവിഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു നിലക്കും ഫലസ്തീനികൾക്ക് നൽകുമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം അവർക്ക് നൽകുകയുണ്ടായില്ല, ഭരണം നൽകുകയുണ്ടായില്ല. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആ നിലപാടിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ വന്നിട്ടില്ല, അമേരിക്ക പോലും വന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഫലസ്തീൻ PLO അല്ലെങ്കിൽ ഫലസ്തീൻ അതോറിറ്റി സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് അമേരിക്ക ചെയ്തത്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഓസ്ലോയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഓസ്ലോ കരാറിൽ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയം യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. 5 വർഷത്തിന് ശേഷം ചർച്ച തുടരുമ്പോൾ അതിലേക്ക് പോകാമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഒരുപാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരുപാട് കരാറുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് കരാറുകൾ ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഫലസ്തീനികൾക്ക് അവർക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നൽകിയിട്ടില്ല. ഇപ്പോഴും ഫലസ്തീനി അഭയാർത്ഥികളുടെ തിരിച്ചുവരവ്, അതുപോലെ തന്നെ ജെറൂസലം എന്ന് പറഞ്ഞാൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാകേണ്ടത് ജെറൂസലമായിരുന്നു. ആ ജെറൂസലമിനെ കുറിച്ച് ചർച്ച പോലും ഇല്ല എന്ന് ഇസ്രായേൽ തീർപ്പ് കൽപ്പിച്ച് പറയുമ്പോൾ അമേരിക്ക അതിന് അനുകൂലമായ നിലപാടാണ് ഇതുവരെ കൈക്കൊള്ളുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ് പിഗിനിയസ്, തിരികെ എത്താം. ഡോക്ടർ PJ വിൻസെന്റ്, യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആര് എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേൽ എന്നൊരു രാജ്യം യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ഫലസ്തീൻ തയ്യാറാവേണ്ടതല്ലേ? അറബ് രാജ്യങ്ങൾ തയ്യാറാവേണ്ടതല്ലേ? ഇങ്ങനെയൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തിച്ചേരാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഇനിയും വഷളായി തുടരുന്നത്? യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് ഇതിൽ കാര്യമായിട്ടുള്ള റോളില്ല. 1993 കരാറോട് കൂടി ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ നേരിട്ട് ഒരു കരാറിൽ എത്തിയ സാഹചര്യം ഉണ്ടായത് 93 അതോടുകൂടി പിന്നെ അറബ് രാജ്യങ്ങൾക്ക് ഇനി അതിൽ വലിയൊരു റോൾ വഹിക്കാനില്ല. കാരണം ഇസ്രായേലിനും ഫലസ്തീനും നേരിട്ട് ഒരു അക്കോർഡിലെത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യത്തിൻ്റെ തുടക്കമായിരുന്നു അത്. പക്ഷേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 93 ശേഷം 5 വർഷത്തിനുള്ളിൽ ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ, അത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായിട്ട് രൂപീകരിക്കുമെന്നതായിരുന്നു ഈ ഓസ്ലോ കരാറിനെ പ്രസക്തമാക്കിയ ഘടകം 5 വർഷത്തിനുള്ളിൽ. പക്ഷേ അതുണ്ടായിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള പല പണ്ഡിതന്മാരും, നോം ചോസ്കിയെ പോലെയുള്ള ആളുകൾ, എഡ്വേർഡ് സീദിനെ പോലെയുള്ള ആളുകൾ 1967 മുമ്പുള്ള ഇസ്രായേലിനെ അംഗീകരിക്കുകയും 1967 6 ഡേ യുദ്ധത്തിൽ, 6 ഡേ വോറിൽ ഇസ്രായേൽ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ, വെസ്റ്റ് ബാങ്ക്, ഗാസ, ഗൊലാൻ ഹൈറ്റ്സ്, സിനായി പെനിൻസുല അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം വിട്ടുകൊടുത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായിട്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കുക എന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ യുക്തിഭദ്രമായി ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന അഭിപ്രായപ്പെടുകയുണ്ടായി. ഏറെക്കുറെ ഫലസ്തീനിയൻ അതോറിറ്റിയും PLOയും അടക്കം ഈ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വെസ്റ്റ് ബാങ്കിലും ഗാസയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ ചേർത്ത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് പോലും ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ്. 1998 രണ്ടാം ഇന്തിഫാദ ആരംഭിക്കാനുള്ള കാരണം ഓസ്ലോ കരാറിൻ്റെ പരാജയമാണ്. അത് ഓസ്ലോ കരാർ യഥാർത്ഥത്തിൽ ഒരു ഡിക്ലറേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് മാത്രമായിരുന്നു. അവിടെ ഒരു സ്വയംഭരണ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തത്വങ്ങളുടെ പ്രഖ്യാപനമാണ് ഉണ്ടായത്. ആ തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, ഗാസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിന്മാറും. ഇസ്രായേലിൽ ഫലസ്തീനികൾക്ക് ഫലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കും. അതുപോലെ ഫലസ്തീനികൾ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നതിനുള്ള മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1996 തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ അതിൽ ഫത്ത പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി. യാസിർ അറഫാത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അങ്ങനെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കും എന്ന ഘട്ടം വന്നപ്പോഴാണ് 1998
തീവ്ര സൈനിസ്റ്റ് ആയിട്ടുള്ള ഏരിയൽ ഷാറോണിൻ്റെ നേതൃത്വത്തിൽ ടെമ്പിൾ മൗണ്ടിലേക്ക് ഒരു യാത്ര നടക്കുന്നത്. ആ സമയത്ത് 90കളിൽ ഇസ്രായേലിൽ ശക്തിപ്പെട്ട വലതുപക്ഷ തീവ്രവാദം അതിൻ്റെ ഒരു പ്രകടമായ രൂപമായിരുന്നു. ഏരിയൽ ഷാറോണിൻ്റെ നേതൃത്വത്തിൽ ടെമ്പിൾ മൗണ്ട് വിമോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് 3000-ഓളം അനുയായികൾ ചേർന്ന് ടെമ്പിൾ മൗണ്ടിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. ആ മാർച്ച് തടഞ്ഞു. അതിനെതിരെ പ്രതിഷേധിച്ച് അറബികൾക്കെതിരെ വെടിവെപ്പുണ്ടായി. 7 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് 1998 അവിടെ രണ്ടാം ഇന്തിഫാദ ആരംഭിക്കുന്നത്. ഈ രണ്ടാം ഇന്തിഫാദ ഇപ്പോഴും തുടരുകയാണ്. ഈ രണ്ടാം ഇന്തിഫാദയുടെ പശ്ചാത്തലത്തിൽ പിന്നീട് കാര്യമായിട്ടുള്ള സമാധാന മുന്നേറ്റങ്ങളൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല അവിടെ സമാധാനം കൊണ്ടുവരുന്നതിന് വേൾഡ് കമ്മ്യൂണിറ്റിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ 242 സെക്യൂരിറ്റി കൗൺസിൽ 242, 338 തുടങ്ങിയ പ്രമേയങ്ങളാണ്. എന്നാൽ 90കൾക്ക് ശേഷമുള്ള ഓസ്ലോ പാക്ട് അടക്കമുള്ള ചർച്ചകളിലൊന്നും യുണൈറ്റഡ് നേഷൻസ് ഒരു പങ്കാളിയല്ല. ഐക്യരാഷ്ട്ര സംഘടനയെ മാറ്റി നിർത്തി അമേരിക്ക നേരിട്ടിടപെട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളാണ് 1993 ശേഷമുള്ള കരാറുകൾ. അത് 1993 ഒന്നാം ഓസ്ലോ അക്കോർഡ്, 95 രണ്ടാമത്തെ ഓസ്ലോ കരാറ്, പിന്നീട് നടന്ന വൈറിവർ എഗ്രിമെൻറ്റ്, പിന്നെ 2003 ബുഷ് ജൂനിയർ പ്രഖ്യാപിച്ചിട്ടുള്ള റോഡ് മാപ്പ്. ഇതിലൊന്നും യുണൈറ്റഡ് നേഷൻസിന് പങ്കാളിത്തമില്ല. യുണൈറ്റഡ് നേഷൻസ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ അതിലെ പ്രമേയങ്ങൾ പലതും ഫലസ്തീനികളുടെ അവകാശത്തെ ഉറപ്പിക്കുന്നതും അവിടെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ സ്ഥാപിക്കുന്നതിന് സഹായകമായിട്ടുള്ള പ്രമേയങ്ങളാണ്. ഇത്രയും വ്യക്തമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള പ്രമേയങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻസിനെ തന്നെ അവിടുത്തെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. താജ് ആലുവ, അമേരിക്കയുടെ ഇടപെടൽ നിരന്തരം ഉണ്ടായിട്ടുണ്ട് ഫലസ്തീൻ വിഷയത്തിൽ. ഇപ്പോൾ അവസാനം ഒബാമ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞത് ഫലസ്തീൻ എന്ന ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കാതെ ഇസ്രായേലിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ചില ജനസംഖ്യാപരമായ കണക്കുകൾ കൂടി ഒബാമ മുന്നോട്ട് വച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു തിരിച്ചറിവ് തിരിച്ചും ഫലസ്തീനികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനോടും ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ വാസ്തവത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതായത് ഫലസ്തീനികൾ ഇസ്രായേലിന്റെ അസ്തിത്വം ഈ ഓസ്ലോ കരാർ പാലിച്ചുകൊണ്ട് അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സിയോണിസ്റ്റുകൾ ഈ വാസ്തവത്തിൽ ഈ ഇസ്രായേലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സിയോണിസ്റ്റുകൾ പിന്നെ കൊണ്ടുവന്ന ഒരു തത്വം എന്ന് പറയുന്നത് ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ ഫോർ എ പീപ്പിൾ വിത്തൗട്ട് ലാൻഡ് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഒരു പ്രചണ്ഡമായ ഒരു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ഈ ഫലസ്തീനികളുടെ ഭൂമി കൈയേറാനായിട്ട് രംഗത്ത് വന്നത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആ പ്രചരണം ഒരർത്ഥത്തിൽ പിന്നെ ഫലസ്തീനികളുടെ ഭൂമിയെ പിന്നെ വ്യക്തമായും കൈയടക്കുക എന്നുള്ള, അധിനിവേശം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ ദുരുപയോഗം ചെയ്തപ്പോ കാലങ്ങൾ പോയി 1967 ശേഷം നടന്ന ആ യുദ്ധത്തിന് ശേഷം ഫലസ്തീനികൾ ഈ വാസ്തവം മനസ്സിലാക്കുകയും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഇസ്രായേലിന്റെ അസ്തിത്വം അംഗീകരിക്കുക എന്ന നിലപാടിലേക്ക് ഫലസ്തീനികൾ മാത്രമല്ല മൊത്തം അറബ് ലോകം തന്നെ എത്തിച്ചേർന്നതിന്റെ ഫലമായിട്ടാണ് ഓസ്ലോ കരാറിൽ ഒപ്പുവെക്കാൻ ഫലസ്തീനികൾ വാസ്തവത്തിൽ മുന്നോട്ട് വന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ അസ്തിത്വം ഫലസ്തീനികൾ അംഗീകരിക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ ഫലസ്തീനികളുടെ അസ്തിത്വം ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ പിന്നെ വെസ്റ്റ് ബാങ്കിലും ഗസയിലും അതുപോലെ ചെറിയ ചെറിയ പട്ടണങ്ങളിലൊക്കെ ഒരു സ്വയംഭരണ അവകാശം അല്ലെങ്കിൽ സ്വയംഭരണ അധികാരം എന്ന അർത്ഥത്തിൽ കൊടുത്തപ്പോൾ ഒരു കേവലം മുനിസിപ്പൽ ഭരണം, അതിനുള്ള സ്വാതന്ത്ര്യം പോലും വാസ്തവത്തിൽ ഇസ്രായേൽ ഫലസ്തീനികൾക്ക് വകവെച്ച് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അസ്തിത്വം പരിപൂർണമായും അംഗീകരിക്കാൻ ഫലസ്തീനികൾ തയ്യാറായപ്പോൾ ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശം അല്ലെങ്കിൽ സ്വയം ഭരണത്തിനുള്ള അവകാശം ഇസ്രായേൽ വകവെച്ച് കൊടുത്തിട്ടില്ല. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഗസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും അധിനിവേശം നടത്തുകയും ആക്രമണങ്ങൾ നടത്തുകയും അവരെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാടാണ് ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ ഈ അമേരിക്ക വാസ്തവത്തിൽ ഈ ഒരു സംഗതിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇസ്രായേലിന്റെ സുരക്ഷ എന്നുള്ള ഒരൊറ്റ താല്പര്യം മാത്രം മുൻനിർത്തി അല്ലെങ്കിൽ ആ ഒരു വാദം മുൻനിർത്തിക്കൊണ്ട് ഫലസ്തീനികളുടെ പിന്നെ മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് ഈ ഓസ്ലോ അക്കോർഡിന് ശേഷം ഇസ്രായേൽ കൈക്കൊണ്ട ഏകപക്ഷീയമായ ഒരുപാട് നിലപാടുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സെപ്പറേഷൻ വാൾ, ഫലസ്തീനികളെയും പിന്നെ ഇസ്രായേലിനെയും പിന്നെ പ്രത്യേകമായി വേർതിരിക്കുന്ന ഒരു പിന്നെ മതിൽ, സുരക്ഷാ മതിൽ എന്ന പേരിൽ അവര് പിന്നെ രൂപം കൊടുത്തിട്ടുള്ള ആ മതിൽ, അത് വാസ്തവത്തിൽ